ഇന്ന് ആദ്യമായിട്ട് വായിക്കുന്നത് VNC നായർ, വസൈ ഡിസ്ട്രിക്ട്, ശാന്തമ്മ കെ, ആലപ്പുഴ ഡിസ്ട്രിക്ട് കേരള, രാജേഷ് കുമാർ, വസൈ ഡിസ്ട്രിക്ട്, നിഷ തിലകൻ, മുള്ളണ്ട്. ഇവരാണ് വായിക്കുന്നത്. ഇതിനു ശേഷം വചനാവലി ഉണ്ടായിരിക്കും. വായിക്കുന്നതിൽ ആദ്യത്തെ ആള് മാത്രം ധ്യാന ശ്ലോകവും അതും ഇതും എല്ലാം ചൊല്ലിയാൽ മതി. ബാക്കിയുള്ളവര് ആരുടെയും പേര് രണ്ടാമത് പറയുന്നതല്ല, അത് കണ്ടിന്യൂ ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. സ്വാമി ശരണം. शरणं हिमादृशाम् उच्छृङ्खलं मम पञ्चेन्द्रियं भवान् पावनमार्गेण चालयेत् सर्वदा स्वामिन्
मे व्यर्थं न भूयादि इतीह मे प्रार्थना। स्वामिन् शरणमय्यप्प। स्वामिन् शरणमय्यप्प। ഹരി ഓം. സ്വാമി ശരണം. തുടങ്ങിക്കോട്ടോ. തുടങ്ങിക്കോളൂ. ശരണമയ്യപ്പ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാമവധീതമസ്തു മാ വിദ്വഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. വിഘ്നേശ്വരം വിഘ്നശാന്തി വാണിം വാചപ്രവർത്തയേ ഗുരോൻ ഗൂഢാർത്ഥപാനായ പ്രണമാമി പുനഃ പുനഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതാഹം പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപദ്മേശ്വരവിസ്വരൂപം പ്രണോമി തുഞ്ചന്തഴും ആര്യപാദം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പെങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽദാനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നാരദ സ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗൂഹ്യക യക്ഷഭുജംഗകാബ്ധരോ വൃന്ദവും കിന്നരചാരണയും പുരുഷന്മാരും പന്നഗതാപസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാൻ ചിൽപുരുഷം പുരുഷോത്തമമദ്വയം.
ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോടവതരിച്ചിടിനാൻ രാമം ദശരഥനന്ദനമുൽപ്പലശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷപൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമം ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണ നിരാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതനാം വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായയാ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളിലുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാവ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽക്കനാത്മാവായി ശിവനായി നിരീഹനായി ചാക്ഷുരുന്മീലനകാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാതരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ച് നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായ ഭക്തപ്രിയനാം പരമാത്മനേ നമഃ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായി കൊണ്ട് നമസ്കാരം. സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വൽപാദ പത്മങ്ങൾ കണ്ടു സേവിപ്പതിന് ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗൽപതേ. കോപക്കാമദേശ മത്സര കാർപ്പണ്യ ലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകിയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ. തൊൽക്കഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വൽപൂജയും ചെയ്ത് നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിലൊക്കെ നിരന്തരം നിഞ്ചരിതങ്ങളും പാടി വിശുദ്ധനായി സംഭരിപ്പാൻ അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമ രമാപതേ. പാതിയും പോയതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിതാതനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റേന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര ജയിക്ക ജയിക്ക നീ. ഇതം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് അനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാണന്നേരം. അതികളായ വളം കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കാമ്പം പെരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു. പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു. ഖിനനായോരു ദശാഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസും ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുദേവം മഹോദരനും മഹാപാർശ്വനും മാത്തനുന്മത്തനും ഒരുമിച്ച് അതിശക്തിയേറിയിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരും പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാൻ. ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെരുപുക്കളെ കൊന്നുവരാമല്ലോ. യുദ്ധത്തിനായ എത്തിയിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാം. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്ത് സങ്കടം തീർക്കുന്നിലൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ട്
അതും കൊണ്ടുപോയിക്കൊള്ളുവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരും. ഓർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവ പൂക്കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വാൻകടൽ പോലെ പരന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം. എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ട് ചെല്ലുന്ന വീരരോടെട്ടു നിശാചരൻ കൊല്ലുന്നിതാശു കവിവരന്മാരെയും. നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ വാരണവാരിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതോ പലതായൊലിക്കുന്നതും. അന്തമില്ലാത്ത കബന്ധങ്ങളും ബലതന്തികേ നൃത്തമാടി തുടങ്ങി ബലാൽ. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ട് അതിരൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറിയ അന്തകനെ പോലെ വേഗാൽ അടുത്തപ്പോൾ അങ്കദൻ മുട്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്രതനോടെ ചെയ്തു. ഹരിയോം സ്വാമി ശരണം. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസുമണഞ്ഞിതു മൂവരോടും ഒരു തേടി ഞാനങ്കദൻ. ദേവാദികളും പുകഴ്ത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വനന്നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനും ഉന്മത്തനും മരിച്ചാൻ കവി സത്തമന്മാരോടെതിർത്ത് അതിസത്വരം. വിശ്വൈക വീരൻ അതികായന നേരം അശ്വങ്ങൾ 1000 കൂട്ടിയ നേരതിൽ. ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞൻ അത്യർത്ഥമുക്തത ചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണലിയുമിട്ട് നക്തഞ്ജര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു. വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാർ. സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താൻ അതു നേരം. ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധോ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം. ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം. മാരുതദേവനും മനുഷ്യനായി വന്ന് സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ. പണ്ട് വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകമുണ്ട്, അതുകൊണ്ട് ഇവൻ ഏൽക്കയില്ലായുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇനി ബ്രഹ്മാസ്ത്രമേതി ഇവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത്. ഉന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയൻ. രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ പദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്നിച്ച് പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാൻ അതു നേരം. ഭൂമോപതിച്ചോരധികായ മസ്തകമാമോദം ഉൾക്കൊണ്ടെടുത്തു കവികുലം. രാമാന്തികെ വച്ചു കൈതൊഴുതിടിനാ രാമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം. രാവണനോടറിയിച്ചാരവസ്ഥകൾ വിധി എന്നലറി ദശകണ്ഠനും. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവും. എന്തിനീ നല്ലതു ശങ്കരാ ദൈവമേ. യുദ്ധം വിലപിച്ച നേരത്ത് ചെന്ന് ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനു. ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ട്. അത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ. എന്നത് കേട്ടു തനയനെയും പുണർന്നേ സുഖമേ ജയിച്ചു.
തിരിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ടു ദാതനെ തൻ പടയോടും നടന്നു തുടങ്ങി ഞാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംഭിതബുക്കിത്. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമമാരംഭിച്ചിതന്നേരം. രക്തമാല്യാംബരഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തി പൂണ്ടുജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപപുത്രനും എത്രയും വ്യക്തവർണ്ണ സ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രവാനു പ്രസാദത്താൽ അതിദ്രുതം. ശസ്ത്രാസ്ത്ര ചാപരഥാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം. ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായാശ്വരൻ. പോർക്കളം ബുക്കോരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർത്ത അടുത്തേടിനാർ. മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാൻ. പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജീപദാതി രഥകളും ഹരേ നാരായണ വാരണവാജി പദാതി രഥികളും അന്തകന്ധൻ പുരിയിൽ ചെന്ന് ബുക്ക് അന്തം വരുന്നത് കണ്ടു ഒരു രാവണി. സന്താപമോടും അന്തർധാനവും ചെയ്ത് സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണ വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാമർക്കടന്മാരുടെ മെയ്യിൽ വന്ന 50, 100, 200, 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. 50 ബാണം വിവിധനേറ്റു പുനരൊമ്പത് മൈന്ദരും 5 ഗജന്മേലും 90 ബാണം കളൻ നളനും തറച്ചു തവ്വണ്ണമേറ്റു ഗന്ധമാതന്മെയിലും. 29 നീലനും 30 ഈരഞ്ചു ബാണൻ വജാമ്പവാൻ മെയ്യിലും. 6 പനസനും 7 വിനതനും 6 സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറും 50 കൂടെ വന്നേറ്റിതു. 10 ശതബലിക്ക് 9 ധൂമ്രനും 10 മുരട്ടും പ്രമാധിക്കുമേറ്റിതു. 10 പുനർ 25 ശക്തിയേറും വേഗദർശിക്കതുപോലെ. 40 കൊണ്ടു രതിമുഖന്മെയിലും 42 ഗവാക്ഷനുമേറ്റിത്. 3 ഗവയനും 5 ശരഭനും 3 മുരുനാലുമേറ്റു. സുമുഖനും ദുർമുഖനേറ്റത് 24 അമ്പ്. സമ്മാനമായി 65 ധാരനും ജ്യോതിർമുഖനും 60 ഏറ്റ്. പുനരാതങ്കമോടെ 80 അഗ്നിവദനും. അങ്കദന്മേൽ 75 കൊണ്ടിത് തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. ഹരേ നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ചിത്തം കവികുല നായകന്മാർ 67 കോടിയും വീണിതു ഭൂതലെ. മർക്കടന്മാർ 21 വെള്ളവും മർക്കതനയനും വീണോരനന്തരം. ആവതില്ലേതും ഇതിന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യനമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കൊരു രാഘവന്മാരെയും എയ്തു വീഴ്ത്തിറിനാൻ. മേഘനാഥൻ മഹാവീര്യവൃതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു. ലോകവും ഗൗണവാദീശ ജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു. വേഗേന ലങ്കയിൽ പൂക്കുരുന്നിടിനാൻ ലേഖസമൂഹവും ആഴ്കികദാശയ. കൈകസീസനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ. പൂക്കുവിന്മേലിലാപത്തു ഞാനെന്നോട്ടു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. പുള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനെയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ. ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ അവരിതിലാരെന്ന് നോക്കുവാൻ. ഏകാകികായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാദോജ സംഭവ നന്ദനൻ ജാമ്പവാൻ സാധനാനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു. കണ്ണുമിഴിപ്പാൻ അടുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ, നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ?
നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ. കണ്ണു മിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുവാൻ. സത്യം വിഭീഷണനായതു ഞാനടോ, സത്യമതേ പുനരെന്നത് കേട്ടവൻ. ചോദിച്ച് ദാശരാധീശ്വരൻ തന്നോട്, ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ. മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി. ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരയണമിനിയടും. ചോദിച്ചിരാശി വിഭീഷണാനന്ദടോ, പാതാത്മജനിൽ വാത്സല്യമുണ്ടായതും. രാമസമുദ്രി സുഗ്രീവാംഗദാദികളവരേവരിലും വിശേഷിച്ചു നീ. ചോദിച്ചിതെന്തു സമീരണപുത്രനെ, മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊപ്പുമേ. സാരസംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റുമരിച്ചൊരു ശാഖമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നിയേ. പോകവേണം നീ ഹിമവാനെയും കടന്നാകുല മറ്റു കൈലാസശൈലത്തോളം. കൈലാസ സന്നിധി ഇങ്കൽ ഋഷഭാദ്രി മേലുണ്ട് ദിവ്യൌഷധങ്ങൾ അറിയുക നീ. 4 ദിവ്യൌഷധങ്ങൾ അളവറ്റിനു 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നടോ, പിൻപു സന്ധാനകരണി 3-മതും, നല്ല സുവർണകരണി 4-മതും. ചൊല്ലുവാൻ ഞാൻ മൃതസഞ്ജീവിനി സഖേ. 2 ശൃംഖങ്ങൾ ഉയർന്നു കാണാമവ, 2നും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു 4നും, വേദസ്വരൂപങ്ങളെന്നും അറിയുക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കളം മാറാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ. ചിത്തം വിധിസുത വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മാഹേന്ദ്രമേറിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹീനം കരുത്തോടലറിനാൻ. വായുവേഗന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു. വൈരിഞ്ചി മണ്ഡലവും ശങ്കരശൈലവും നേരെ ധരാനദിയുമളകാപുരം. മേരുഗിരിയും ആഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. മാരുതനാനന്ദൻ ഔഷധത്തിനങ്ങു മാരുതവേഗന പോയതറിഞ്ഞൊരു താരവരൻ മാനുഷാദരാധീശ്വരനോടാരും അറിയാതെ ചെന്ന് ചൊല്ലിയിടിനാർ. താരവാക്യം കേട്ട് രാത്രി ഇന്ദ്രാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൾ. ചിന്താവശനായി മുഹൂർത്തമിരുന്ന അളവന്തർഗ്രഹത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗ്രഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ ആപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി. ആഖ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൽ അർക്കോദയം വരും മുമ്പേ ലഘൂതരം. ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണനക്കാലനേമി തന്നോട് ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതു ഒക്കെ നിന്നോട് ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണീടാൻ ഭൂതലെ. പിന്നെ ശാസ്ത്രമേതും ആത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പെണ്ണിപ്പറയും അടിപ്പിച്ചതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുത നന്ദനൻ ഔഷധത്തിനു പോയിരിനാൻ. ചെന്നു വിഘ്നം വരുത്തേണം അതിനു നീ നിന്നോട് ഉപായം ചൊല്ലാമതിന്നടോ. താപസനായി ചെന്നു മാർഗമധ്യേ പുകു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ലക്കണക്കിനും നീ വരുത്തീരണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ.
സാമവേദജ്ഞ സർവജ്ഞലങ്കേശ്വര സാമമാം എന്നുടെ വാക്കു കേൾക്കണമേ. നിന്നെ കുറിച്ചു മരിപ്പതിന്നിക്കാലം എന്നുള്ളിലേതു മടിയില്ല നിശ്ചയം. മാരീജനെ കണക്കെ മരിപ്പാൻ വനത്താരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖം മുഴിഞ്ഞെന്തൊരു ഫലം ഉള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും അന്ധജടാത്മകമായ ദേഹം കൊണ്ടും. എന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടോ. സീതയെ രാമനു കൊണ്ടുകൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. കാനനം തൻ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുക്ഷ സുസ്ഥായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തി സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി. സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യഹരിച്ചുടൻ ആത്മനി കണ്ടാത്മനാത്മനാ സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമ ജാതികളായുള്ള ദേവത്യരംഗ് മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രതിയെന്നത്രേ ചൊല്ലപ്പെടും. സദ്ഗുരുമായ എന്നും പറഞ്ഞിരുന്നു. ഇക്കണ്ട ലോക വൃക്ഷത്തിന് അനേകത സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതുമായ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളോടോ തന്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തന്റെ വശത്താകും ആത്മാവിനെ അവൾ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യഗണങ്ങളെ നിത്യമാം ആത്മാവാകും ഈശ്വരൻ തങ്ങളെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാ പരൻ ഏകൻ അവളോടും യുക്തനായി വന്നു പുറത്തു കാണുന്നതു തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹമായ ഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവർത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ. വേണ്ടുന്നതെല്ലാം അവനു വന്നു സദാ ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോടാശു വേർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്നും വിമുക്തനായി. ആദ്യ പ്രകൃതി വിമുക്തനാം ആത്മാവാമിതി ജ്ഞാത്വ നിരസ്താശയാചിത കാമനായി ധ്യാന നിരതനായി വാഴുകന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക് നീ. ധ്യാനിപ്പതിനു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് അത്യന്ത ശുദ്ധ്യ സ്വബുദ്ധ്യ നിരന്തരം പത്മകർണിക മധ്യേ സുവർണ പീഠോൽപലേ രത്നഗണാചിരേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരെ സീതയാ സംസ്ഥിതം ലക്ഷ്മണാസേവിതം ബാണധനുർധരം വീരസനസ്ഥം വിശാല വിലോചനം ഐരാവതി തുല്യ പീതാംബരധരം ഹാരകിരീടം കേയുരാംഗുലി ഒരു രത്നാജിത കുണ്ടല നൂപുര ചാരു കടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യ വനമാലികാധാരം വനമാലികാധരം ശ്രീവത്സവർഷസം രാമം രമാവരം ശ്രീവാസുദേവ മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗത വത്സലം ഭക്ത്യ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടു കൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെ ഉണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലും ഉള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണം ഏകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽകളം ഛേദിപ്പനൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമി ക്ഷണതാജരൻ അന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി
രൂക്ഷ സ്വഭാവം ഇതുകൊണ്ടു കിം ഫലം? നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പതിൽ എന്നുടെ സൽഗതിക്കെന്തു ധരിക്ക നീ? സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിനു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വാമി ശരണം. ഇതോടുകൂടി ഇന്നത്തെ രാമായണ പാരായണം നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭജനാവലിയാണ്. ആദ്യമായിട്ട് ജീൻഡോസി ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മുടെ വേണുഗോപാൽ അങ്കിള് ശ്രീ വിനായകനെ കുറിച്ച് സ്തുതിച്ചുകൊണ്ട് പാടുന്നു. पाद नमस्कार सिद्धि विनायक कलानिधे। पाद नमस्कार मुंबई घोषित महानिधे। देहर शाब्दि निमंजन तो सिद्ध सिद्धि विनायक हे भगवन। सहस्र नामं सहस्र दीपं सिद्धि विनायक नमोस्तुते। पाद नमस्कार सिद्धि विनायक कलानिधे। पाद नमस्कार मुंबई घोषित महानिधे। दुख निवारण वारण वदन सिद्धि विनायक हे भगवन। समस्त विघ्न विपाडन चतुर सिद्धि विनायक नमोस्तुते। पाद नमस्कार सिद्धि विनायक कलानिधे। पाद नमस्कार मुंबई घोषित महानिधे। समृद्ध दुर्वाहार मनोहर सिद्धि विनायक हे भगवन। समग्र दर्शन सिद्ध कराजित सिद्धि विनायक नमोस्तुते। पाद नमस्कार सिद्धि विनायक कलानिधे। पाद नमस्कार मुंबई घोषित महानिधे। तथापि सर्वानुग्रह विग्रह सिद्धि विनायक हे भगवन। समीप पदनत जनहित रक्षक सिद्धि विनायक नमोस्तुते। पाद नमस्कार सिद्धि विनायक कलानिधे। पाद नमस्कार मुंबई घोषित महानिधे। सुवर्ण रत्नाभरण मनोहर सूक्ष्म निरीक्षक हे भगवन। सुभक्त वरदारोग भयाप सिद्धि विनायक नमोस्तुते। पाद नमस्कार सिद्धि विनायक कलानिधे। पाद नमस्कार मुंबई घोषित महानिधे। पाद नमस्कार सिद्धि विनायक कलानिधे। पाद नमस्कार मुंबई घोषित महानिधे। मुंबई घोषित महानिधे। मुंबई घोषित महानिधे। सिद्धि विनायकनी സ്വാമി ശരണം. അടുത്തതായിട്ട് അമ്പപരമേശ്വരി എന്ന കീർത്തനവുമായിട്ട് കൃതിക നായർ, ഉള്ളൻ ഡിസ്ട്രിക്ട്. अम्बा परमेश्वरी अखिलाण्डेश्वरी आदिपराशक्ति पालय माम्। अम्बा परमेश्वरी अखिलाण्डेश्वरी आदिपराशक्ति पालय माम्। कांची कामाक्षी काशी विशालाक्षी मधुरै मीनाक्षी पालय माम्। कांची कामाक्षी काशी विशालाक्षी मधुरै मीनाक्षी पालय माम्। राजराजेश्वरी त्रिपुर सुंदरी श्री भुवनेश्वरी पालय माम्।
राजराजेश्वरि त्रिपुरसुन्दरी श्रीभुवनेश्वरि पालय मां दीनदया परिपूर्णकडाक्षि त्रिपुरसुन्दरि देवी मीनाक्षी दीनदया परिपूर्णकडाक्षि त्रिपुरसुन्दरि देवी मीनाक्षी अम्बा परमेश्वरी अखिलांडेश्वरी आदिपराशक्ति पालय माम् अम्बा परमेश्वरी अखिलांडेश्वरी आदिपराशक्ति पालय माम् कांची कामाक्षी काशी विशालाक्षी मधुरै मीनाक्षी पालय माम् कांची कामाक्षी काशी विशालाक्षी मधुरै मीनाक्षी पालय माम् राजराजेश्वरी त्रिपुरसुन्दरी श्रीभुवनेश्वरी पालय माम् राजराजेश्वरी त्रिपुरसुन्दरी श्रीभुवनेश्वरी पालय मां दीनदया परिपूर्णकडाक्षि त्रिपुरसुन्दरी देवी मीनाक्षी दीनदया परिपूर्णकडाक्षि त्रिपुरसुन्दरी देवी मीनाक्षी अम्बा परमेश्वरी अखिलांडेश्वरी आदिपराशक्ति पालय माम् कांची कामाक्षी काशी विशालाक्षी मधुरै मीनाक्षी पालय माम् पालय माम् पालय माम् സ്വാമി ശരണം. അടുത്തത് വെട്ടിക്കോട്ട് നാഗരാവിയനെ സ്തുതിച്ചുകൊണ്ട് ബിന്ദു നായർ തിരുവനന്തപുരത്ത് നിന്ന് പാടും. ബിന്ദു നായർ ഇല്ലേ? ബിന്ദു നായർ ഹലോ. കേസരി നന്ദൻ, അല്ല ആര്യൻകാവ് അയ്യൻ, ശ്രീദേവി സുരേന്ദ്രൻ. ഹരിയോ അയ്യപ്പ അയ്യപ്പ മാമലവാസ അയ്യപ്പ 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 മാമലവാസ അയ്യപ്പ ഭക്തർക്ക് അഭയം തേടിത്തരുന്നു ഭക്തവത്സലൻ അയ്യപ്പൻ ഭക്തവത്സലനയ്യപ്പൻ ഇരുമുടിയേറ്റി അവിടുത്തെ നടയിൽ ഭക്തി പുരസരമെത്തുന്നു കലികാല ദോഷങ്ങൾ മാറ്റിത്തരേണേ കലിയുഗ വരദ അയ്യപ്പ കലിയുഗ വരദ അയ്യപ്പ അർച്ചന ചെയ്തും ആരതി ചെയ്തും നൈവേദ്യം വെച്ചും പൂജിക്കുന്നു ശനിദോഷങ്ങൾ മാറ്റിത്തരേണേ ശനീശ്വര അയ്യപ്പ ശനീശ്വര അയ്യപ്പ സന്നിധാനത്തിൽ മനമൊരുകി
ശരണം വിളിക്കുന്നയ്യപ്പ. കൽമഷമൊക്കെയും അവിടുത്തെ നടയിൽ കർപ്പൂരം പോലെ ജ്വലിപ്പിക്കണേ, കർപ്പൂരം പോലെ ജ്വലിപ്പിക്കണേ. അയ്യപ്പ 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 ശരണമയ്യപ്പ 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 ശരണം അയ്യപ്പ. അയ്യപ്പ അയ്യപ്പ മാമലവാസ അയ്യപ്പ. ഭക്തർക്ക് അഭയം തേടിത്തരുന്നു ഭക്തവത്സലൻ അയ്യപ്പൻ, ഭക്തവത്സലൻ അയ്യപ്പൻ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമി ശരണം. ബിന്ദു നായർ അടുത്തായിട്ട് പാടുന്നു തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടല്ലോ അല്ലേ ബിന്ദു? ഹലോ ഹലോ ബിന്ദു നായരുണ്ടോ? ബിന്ദു നായര് സ്വാമി ശരണം. വന്നിരുന്നു. ഉണ്ട്. അടുത്തായിക്കോട്ടെ. അടുത്തായിട്ട് കേസരി നന്ദൻ ബാലചന്ദ്രൻ പാടുന്നു. മനോജരുതതുല്യം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമം ശരണം പ്രപദ്യേ. പാഹി പാഹി ഹനുമന്ത പവനചരിത ഹനുമന്ത. 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 വായുകുമാര ഹനുമന്ത വനരവീര ഹനുമന്ത. വായുകുമാര ഹനുമന്ത വനരവീര ഹനുമന്ത. വായുകുമാര ഹനുമന്ത വനരവീര ഹനുമന്ത. ലങ്കാദഹന ഹനുമന്ത സങ്കടഹരണ ഹനുമന്ത. ലങ്കാദഹന ഹനുമന്ത സങ്കടഹരണ ഹനുമന്ത. ലങ്കാദഹന ഹനുമന്ത സങ്കടഹരണ ഹനുമന്ത. ശ്രീരാമദൂത ഹനുമന്ത ശ്രീരാമ ഭക്ത ഹനുമന്ത. ശ്രീരാമദൂത ഹനുമന്ത ശ്രീരാമ ഭക്ത ഹനുമന്ത. ശ്രീരാമദൂത ഹനുമന്ത ശ്രീരാമ ഭക്ത ഹനുമന്ത. ജയ രാമ 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 ജയ രാമ 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 ജയ രാമ രാമ
ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ സീതാരാമ രാമ സീതാരാമ ജയ ജയ രാമ ജയ രാമ ജയ ജയ രാമ ജയ രാമ രാമ ജയ ജയ രാമ രാമ സ്വാമി ശരണം. സ്വാമി ശരണം. വെട്ടിക്കോട്ട് നാഗരാജനെ സ്തുതിച്ചുകൊണ്ട് ബിന്ദു വി നായർ പാടുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പോയോ ഇതിനകത്ത്? സ്വാമിയേ ശരണമയ്യപ്പ. വെട്ടി കോട്ടമരും നാഗേശ പണസുന്ദര രൂപാകൃത്താരിതൾ മേനി തൊഴുന്നു ഞാൻ. വെട്ടി കോട്ടമരും നാഗേശ പണസുന്ദര രൂപാകൃത്താരിതൾ മേനി തൊഴുന്നു ഞാൻ. ശങ്കരഹാര മനോഹര ദേവാ മാധവ ശയ്യാലങ്കൃത രാജ. ശങ്കരഹാര മനോഹര ദേവ മാധവ ശയ്യാലങ്കൃത രാജ. ശങ്കരഹാര മനോഹര ദേവ മാധവ ശയ്യാലങ്കൃത രാജ. പൊൻകാരുണ്യാമിന്നി വിളങ്ങും നിൻപദമടിയനരാശ്രയമീശ. വെട്ടി കോട്ടമരും നാഗേശ പണസുന്ദര രൂപാകൃത്താരിതമേനി തൊഴുന്നു ഞാൻ. നീറും വേദന നീറ്റം നേരം നൂറും പാലും മൃതകീടും ഇവളും. നീറും വേദന നീറ്റം നേരം നൂറും പാലും മൃതകിടും ഇവളും. മഞ്ഞൾ പൊടിയുടെ തൊടുകുറി അണിയാൻ മഞ്ച വൃന്ദ വിഭോമേ കനിയൂ. മഞ്ഞൾ പൊടിയുടെ തൊടുകുറി അണിയാൻ മഞ്ച വൃന്ദ വിഭോമേ കനിയൂ. വെട്ടി കോട്ടമരുന്നാകെ പണസുന്ദര രൂപാകൃത്താരിതമേനി തൊഴുന്നു ഞാൻ. വെട്ടി കോട്ടമരും നാഗേശ പണസുന്ദര രൂപാകൃത്താരിതമേനി തൊഴുന്നു ഞാൻ. ചേലിൽ പൂക്കുലമാലകൾ ചാർത്താം അന്തിവിളക്കിൻ ദീപം ചേർക്കാം. മേലിൽ പൂക്കുലമാലകൾ ചാർത്താം അർക്കനുദിച്ചുയരുന്നത് പോലെ അങ്ങ് വിളങ്ങി വിലസുന്നിവിടം. വെട്ടി കോട്ടമരും നാഗേശ പണസുന്ദര രൂപാകൃത്താരിതമേനി തൊഴുന്നു ഞാൻ. ശ്രീയാദിശേഷ ഭഗവാനെ ഈ അവനിക്കതിപ നിത്യാശ്രയമരുളൂ കനിവോടെ. ശ്രീയാദിശേഷ ഭഗവാനെ ഈ അവനിക്കതിപ നിത്യാശ്രയമരുളൂ കനിവോടെ. വെട്ടി കോട്ടമരും നാഗേശ പണസുന്ദര രൂപാകൃത്താരിതമേനി തൊഴുന്നു ഞാൻ. സ്വാമി ശരണം. സ്വാമി ശരണം. സ്വാമി ശരണം. അടുത്തതായിട്ട് രാമഭദ്രനെ കുറിച്ചുള്ള സ്തുതിയുമായിട്ട് വത്സലാജി ചേർത്തല ആലപ്പുഴ ഡിസ്ട്രിക്ട് ആയിരുന്നു, കേരള. ആഞ്ജനേയ സുപൂജിത ശ്രീരാമചന്ദ്ര നമോസ്തുതേ. ദേവദേവാദിവന്ദിത ശ്രീരാമചന്ദ്ര നമോസ്തുതേ. ആനന്ദാമൃത അഗണിത ഗുണഗണ ആത്മാ രാമ നമോസ്തുതേ. ആനന്ദരൂപ അമിത പ്രതാപ ആത്മാ രാമ നമോസ്തുതേ. ആഞ്ജനേയ സുപൂജിത ശ്രീരാമചന്ദ്ര നമോസ്തുതേ. ദേവദേവാദിവന്ദിത ശ്രീരാമചന്ദ്ര നമോസ്തുതേ. കൗസല്യാത്മജ കോസലവാസ കോദണ്ഡ രാമ നമോസ്തുതേ. കുവലയ നയന കോമള രൂപ കോദണ്ഡ രാമ നമോസ്തുതേ. ആഞ്ജനേയ സുപൂജിത ശ്രീരാമചന്ദ്ര നമോസ്തുതേ.
देवदेवादिवन्दिता श्रीरामचन्द्र नमोऽस्तुते सीतावल्लभ श्रितजनपूजिता सीतारामा नमोऽस्तुते सरसिजनयना सानन्दरूप सीतारामा नमोऽस्तुते आञ्जनेय सुपूजिता श्रीरामचन्द्र नमोऽस्तुते देवदेवादिवन्दिता श्रीरामचन्द्र नमोऽस्तुते पङ्कजनाभा पापविनाश पङ्कजाक्षा नमोऽस्तुते पङ्कजहस्ता पङ्कनाशन पद्मनाभा नमोऽस्तुते आञ्जनेय सुपूजिता श्रीरामचन्द्र नमोऽस्तुते देवदेवादिवन्दिता श्रीरामचन्द्र नमोऽस्तुते श्रीरामचन्द्र नमोऽस्तुते ശ്രീരാമചന്ദ്ര നമോസ്തുതേ. സ്വാമി ശരണം. സ്വാമി ശരണം. അങ്ങനെ ഇന്നത്തെ ഭജനാവലിയും പാരായണവും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രോതാക്കൾക്കും സാസ് കൊങ്കൺ പ്രാന്തിന്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാമി ശരണം. എന്തോ സ്വാമി ശരണം. ഇന്ന് അടുത്തതായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുക എന്നതാണ്. ആദ്യമായിട്ട് ശ്രീ ഗിരീഷ് നായർജി, നമ്മുടെ സാസ് നാഷണൽ ജോയിന്റ് ജനറൽ സെക്രട്ടറിയും പ്രോഗ്രാം അഡ്വൈസറുമാണ്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ സാസ് കൊങ്കൺ പ്രാന്ത് പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് നായർജി. അടുത്തതായിട്ട് സാസ് കൊങ്കൺ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കുമാർ വൈദ്യനാഥൻ ജി, അദ്ദേഹത്തിനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അടുത്തത് ശ്രീ സുന്ദർ ലിംഗം നാടാർജി, സാസ് ദക്ഷിൺ തമിഴ്നാടു സെക്രട്ടറി, PR ആൻഡ് IT ഹോസ്റ്റ്, നന്ദി അറിയിക്കുന്നു. സർ ഇപ്പോൾ ഇവിടെ ഇല്ല എങ്കിലും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ശ്രീ അജയ്കുമാർ പണിക്കർജി, സാസ് വസായി ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ, നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് ശ്രീ സദാശിവൻ പിള്ളൈജി, സാസ് ബിക്രോളി IF സേവക് ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ, നന്ദി സർ. അടുത്തായിട്ട് ശ്രീ രാജശേഖരൻ നായർജി, നമ്മളുടെ പ്രോഗ്രാമിന്റെ ആചാര്യനാണ്. എല്ലാ ദിവസവും നമ്മളെ ആരതി കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് മിസ് ശ്രേയ നായർജി, നമ്മുടെ ബ്രാൻഡിങ് സപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെയുള്ള എല്ലാ പ്രോഗ്രാമുകളും അത് ഭംഗിയായിട്ട് നല്ല ബാനർ കൊടുത്ത് നമ്മൾ ഇത്രയും ദിവസത്തെ എല്ലാ പ്രോഗ്രാമും നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തു തന്ന മിസ് ശ്രേയ നായർ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഭജനാവലിയും പാരായണവും ഇവിടെ ഭംഗിയായി ഇന്ന് പര്യവസാനിക്കുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചും ഇനിയും അടുത്ത ദിവസങ്ങളിലെ പ്രോഗ്രാമിനെ കുറിച്ചും സംസാരിക്കാനായിട്ട് നമ്മുടെ സാസ് നാഷണൽ ജോയിന്റ് ജനറൽ സെക്രട്ടറി ശ്രീ ഗിരീഷ് നായർജിയെ ക്ഷണിക്കുന്നു. സ്വാമി ശരണം. സ്വാമി ശരണം. അപ്പോൾ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് ആരതിയാണ്. എല്ലാവർക്കും ആരതി പങ്കുചേരാം. നമ്മുടെ ആചാര്യൻ ശ്രീ രാജശേഖരൻ അങ്കിളിനോട് അഭ്യർത്ഥിക്കുന്നു. ആരതി തുടങ്ങാം. സ്വാമി ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ ഹരേ കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രം ഹൃദയം ഹൃദയാരവിന്ദേ നമം ഭവാനി സരസ്വതീ. ആരതി എടുത്തു. ഇന്നത്തെ ഈ അധ്യായം
അവസാനിക്കുകയാണ്. ഇന്ന് ശ്രദ്ധിക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് ഉദ്ദേശിക്കുന്നു. നമ്മൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ തന്നെ ഭജന ചെയ്യുമ്പോഴും നമ്മുടെ വീഡിയോ ഓൺ ആയിരിക്കണം. ഇന്നൊരു പാർട്ടിസിപ്പൻറ്റിൻ്റെ വീഡിയോ ഓഫായിരുന്നു. അതുപോലെ തന്നെ ഭജനാവലിയിൽ പങ്കെടുക്കുന്നവരെല്ലാം ആദ്യം തന്നെ എത്തണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നമ്മൾ പേര് വിളിച്ചു കഴിഞ്ഞാൽ ആൾ റെഡി ആയിരിക്കണം. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ നമ്മുടെ പാട്ടിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ദേവനെ ഉദ്ദേശിച്ചാണ് നമ്മളത് പറയുന്നത്. അപ്പം അതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഇപ്പം വെട്ടിക്കോട് നാഗരാജാവിൻ്റെ പാട്ടിപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. അത് ബിന്ദുജി വെട്ടിക്കോട് നാഗരാജാവിനെ പറ്റി പാടി. പക്ഷേ അതിന് പകരം നമ്മൾ പാറമേക്കാവിലെ നാഗരാജനെ പറ്റി പാടിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ആ ചൂസ് ചെയ്ത സബ്ജക്റ്റിൽ എല്ലാവരും ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. അതൊരു അഭ്യർത്ഥനയാണ്. ബാക്കിയെല്ലാം എല്ലാവരും നല്ലതായിട്ട് ഭംഗിയായിട്ട് ചെയ്തു. വളരെ സന്തോഷം. അപ്പോൾ ശുഭരാത്രി, ജയ് ശ്രീറാം. നാളെ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും സാംശം. ജയ് ശ്രീറാം. ശുഭരാത്രി. സ്വാമി ശരണം. സ്വാമി ശരണം. ജയ് ശ്രീറാം.